തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനേകരുടെ പാപങ്ങളെ ചുമന്ന് ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകാൻ പോകുന്ന ക്രിസ്തേശുവിൻ്റെ ധന്യനാമത്തിൽ എഡിഫൈയിങ് തോട്ട്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഉൽപ്പത്തിയിലെ ഉറവകൾ, സ്പ്രിങ്സ് ഓഫ് ജനസിസ് എന്ന തലക്കെട്ടിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു പഠന പരമ്പരയുടെ 6ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില ഭാഗങ്ങളിലായി ആദിയിൽ ദൈവം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ആത്മീക പാഠങ്ങളാണ് നാം ചിന്തിച്ച് വരുന്നത്. ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ അവൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു. അത് മാത്രമല്ല, നമ്മുടെ ആഗ്രഹം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരുന്നു. ഇന്ന് 3ാമത്തെ അനുഗ്രഹമായ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ദൈവം സൃഷ്ടിക്കുന്നു. അഥവാ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകി നാം ജീവിക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സകലത്തെയും നമുക്ക് സൃഷ്ടിച്ച് നൽകുവാൻ ദൈവത്തിന് കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ച് കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. അതാണ് ഗ്യാപ് തിയറി. എന്താണ് ഗ്യാപ് തിയറി? ചുരുങ്ങിയ വാക്കുകളിൽ അത് പറഞ്ഞ് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗ്യാപ് തിയറി പഠിപ്പിക്കുന്നതായിരിക്കുന്ന പ്രധാന വിഷയം എന്നുള്ളത് അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് ആദിയിൽ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നമുക്കറിയാത്തതായിരിക്കുന്ന കാലങ്ങൾക്ക് മുമ്പ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ആ ഭൂമി ലൂസിഫർ അഥവാ സാത്താൻ അതിലേക്ക് തള്ളപ്പെട്ടപ്പോൾ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ആ ഭൂമി പാഴും ശൂന്യവുമായി തീരുവാൻ ഇടയായി തീർന്നു. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിനും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിനുമിടയിൽ അനേകായിരം വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അകലം ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന പഠിപ്പിക്കൽ. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ അവിടെ അനേക ആത്മീകമായിരിക്കുന്ന പാഠങ്ങൾ ഈ പഠിപ്പിക്കലിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാം, പഠിച്ചിരിക്കാം, ചിന്തിച്ചിരിക്കാം. എന്നാൽ ഈ ഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും 6 ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
എന്നാൽ നമ്മുടേതായിരിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് ഒന്നാം വാക്യത്തിനും രണ്ടാം വാക്യത്തിനും, അല്ലെങ്കിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ആ ഭൂമിയും രണ്ടാം വാക്യം മുതൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ച് സൃഷ്ടിച്ചെടുത്ത ഭൂമിക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഗ്യാപ് തിയറി പഠിപ്പിക്കുന്ന വേദപണ്ഡിതന്മാർ പറയുന്നത് വലിയ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം പാഴും ശൂന്യവുമായി തീർന്ന ഭൂമിയെ പുനഃസൃഷ്ടിക്കുകയാണ്. ഈ ഗ്യാപ് തിയറി പഠിപ്പിക്കുന്നതായിരിക്കുന്ന വേദപണ്ഡിതന്മാരിൽ ചിലർ വളരെ എക്സ്ട്രീമായിട്ട് പോയിട്ട് ആ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിക്ക് മുൻപുണ്ടായിരുന്ന ഭൂമിയിൽ മനുഷ്യർ പോലും ഉണ്ടായിരുന്നു. അഥവാ ആദാമല്ല ആദ്യത്തെ മനുഷ്യൻ, ആദാമിന് മുൻപേ ഒരു ലോകമുണ്ടായിരുന്നു, ആദാമിന് മുൻപേ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ള പഠിപ്പിക്കലാണ് ഗ്യാപ് തിയറി. ദൈവവചനം ഇതിനെക്കുറിച്ച് എന്താണ് വ്യക്തമായിട്ട് പറയുന്നത്? 3 പ്രധാനപ്പെട്ടതായിരിക്കുന്ന തെളിവുകൾ ഈ ഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ചു നിന്റെ വേല ഒക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. ഇങ്ങനെ ഈ കൽപ്പന പറഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ അതിന് ഗ്രന്ഥകർത്താവായിരിക്കുന്ന മോശെ ഒരു എക്സ്പ്ലനേഷൻ, വിവരണം കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇവിടെ ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്ക് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകുകയാണ്. 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം, ശബത്തായി ആചരിക്കണമെന്ന് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട്, അതിന്റെ കാരണമായിട്ട് 11-ാം വാക്യത്തിൽ പറയുകയാണ്, വലിയവനായ ദൈവം 6 ദിവസം കൊണ്ട് ഭൂമിയും ആകാശവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ വ്യക്തമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, 4 in 6 days the Lord made the heavens and the earth. ആ 4 എന്നുള്ളത് വാക്യം. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ 7-ാം ദിവസം സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ടത്? കാരണം അത് ദൈവം വെച്ചതായിരിക്കുന്ന മാതൃകയാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ 6 ദിവസം കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ളതൊക്കെയും സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ദൈവത്തിന്റെ മാതൃകയാണ് ഇത് എന്ന് നമുക്ക് മോശെ എഴുതി നൽകിയിരിക്കുകയാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് നമ്മളത് ചിന്തിക്കുമ്പോൾ ഇവിടെ മോശെ പറഞ്ഞിരിക്കുന്ന 6 ദിവസവും 24 മണിക്കൂറുകളുള്ള 6 ദിവസമാണ്. അല്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങളുള്ള 6 ദിവസമല്ല, 24 മണിക്കൂറുകളുള്ള 6 ദിവസം. അത് ദൈവത്തിന്റെ സൃഷ്ടിയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, when the Bible makes sense,
do not make any other sense, it will be nonsense. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാതെ വേറെ പഠിപ്പിക്കൽ നമ്മൾ കൊണ്ടുവരുവാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് അബദ്ധമായിരിക്കും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ദൈവം 6 ദിവസം കൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചത്. 6 ദിവസത്തിന്റെ അപ്പുറത്ത് വേറെ സൃഷ്ടിയില്ല. ആദാമാണ് ആദ്യത്തെ മനുഷ്യനെന്ന് നാം ചിന്തിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് വേറെ ഒരു പഠിപ്പിക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അബദ്ധമാണ്, അത് ദൈവവചനത്തിന് വിരോധമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വീണ്ടും നാം മടങ്ങി വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിക്കുകയാണ്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, അങ്ങനെ 6 ദിവസത്തെ സൃഷ്ടികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ നമുക്ക് 1-ാം അധ്യായത്തിൽ പല പ്രാവശ്യം ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം, 1-ാം ദിവസം, 2-ാം ദിവസം. അവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നുള്ളത് യോം എന്നുള്ളത് വാക്കാണ്. യോം, YOM, യോം. യോം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറുകളുള്ള ഒരു ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ 24 മണിക്കൂറുകളുള്ള ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയൊക്കെയും ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന പദമാണ് യോം എന്നുള്ളത്. അതേ യോമാണ്, അതേ വാക്കാണ് കർത്തൃദാസനായിരിക്കുന്ന മോശയെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന യോം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇവിടെ മോശ അർത്ഥമാക്കുന്നത് ദൈവം സകലത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ഉപയോഗിച്ചതായിരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉപയോഗിച്ചതായിരിക്കുന്ന മണിക്കൂറുകൾ 24 മണിക്കൂറുകളുള്ള ദിവസമാണ്. ദൈവ സൃഷ്ടിക്ക് തമ്മിൽ ഗ്യാപ്പില്ല, അതിന് തമ്മിൽ അകലമില്ല. 3-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കാണുന്നത്: The earth was formless and void. എന്ന് പറഞ്ഞാൽ ഗ്യാപ് തിയറി പഠിപ്പിക്കുന്നതായിരിക്കുന്ന വേദപണ്ഡിതന്മാർ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്ന് പഠിപ്പിക്കുന്നവരാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവദാസനായിരിക്കുന്ന മോശയെ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്നല്ല പറയുന്നത്, മറിച്ച് ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. എർത്ത് വാസ് ഫോംലെസ് ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് പാഴും ശൂന്യവുമായിട്ടായിരുന്നു. ദൈവം സൃഷ്ടിച്ചപ്പോൾ ആകാശവും ഭൂമിയിലും ഒന്നുമില്ലായിരുന്നു, ഇരുൾ മാത്രമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ദൈവം വേസ്റ്റായിട്ട് എന്തോ സൃഷ്ടിച്ചു എന്ന് അർത്ഥമാകുന്നില്ല. ദൈവം ഒന്നുമില്ലാത്ത എന്തോ സൃഷ്ടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവം ആദ്യം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ട് അത് എംപ്റ്റി ആയിരുന്നു, അത് ഫോമില്ലാതെ ആയിരുന്നു. പിന്നീടുള്ള 6 ദിവസങ്ങളിൽ
അല്ലെങ്കിൽ പിന്നീടുള്ള സമയങ്ങളിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഫോമാക്കിയെടുക്കുകയാണ്, മനോഹരമാക്കിയെടുക്കുകയാണ്, സൃഷ്ടിച്ചെടുക്കുകയാണ്. അതാണ് 6 ദിവസത്തെ സൃഷ്ടി എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ബൈബിൾ പറയുന്നതായിരിക്കുന്ന, ബൈബിൾ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിക്കുന്ന ദൈവമാണ്. ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ എബ്രായ പദം കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ബെരഷിത്ത് ബാര എലോഹിം എന്നാണ്. ബെരഷിത്ത് എന്ന് പറഞ്ഞാൽ ആദിയിൽ എന്നാണ്. ബാര എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, സർവശക്തനായ ദൈവം. അവിടെ ബാര എന്നുള്ള പദമാണ് സൃഷ്ടിച്ചു എന്നുള്ള പദത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാര എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു. ഗ്രീക്ക് ഭാഷയിലേക്ക് ഇതേ വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഗ്രീക്ക് വേദപണ്ഡിതന്മാർ ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്: എക്സ് നിഹിലോ, ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, അന്ധകാരത്തിൽ നിന്ന് ദൈവം സർവത്തെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ, വെളിച്ചം പോലുമില്ലാത്ത അവസ്ഥ. അതായിരുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവസ്ഥ ദൈവം സൃഷ്ടിച്ചപ്പോൾ. അങ്ങനെയുള്ള ആകാശങ്ങളെയും ഭൂമിയെയും ദൈവം മനോഹരമായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന, രൂപപ്പെടുത്തിയെടുക്കുന്നതായിരിക്കുന്ന ചിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ദൈവം ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിക്കുന്ന ദൈവമാണ്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.
ശക്തി